ടൈം വാല്യൂ ഓഫ് മണി. എന്താണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ, മണി അവൈലബിൾ ടുഡേ ഇസ് വർത്ത് മോർ ദാൻ ദ സെയിം എമൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ ബിക്കോസ് ഇറ്റ് ക്യാൻ ഏൺ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ഇപ്പം നമ്മുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമുക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള 1,00,000 രൂപേനേക്കാട്ടിലും എത്രയോ വെറുത്താണ് എന്നാണ് പറയുന്നത്. അതിന് റീസൺ എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ വെർത്ത് കൂട്ടാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് വെർത്താണ്, സെയിം എമൗണ്ട് ഓഫ് മണി. അതായത് ഇപ്പം നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ഇതേ എമൗണ്ട് നമ്മുടെ കയ്യിൽ 2 വർഷം അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാട്ടിലും വെർത്താണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആ എമൗണ്ട് എന്നാണ് പറയുന്നത്. മണി അവൈലബിൾ ടുഡേ ഈസ് വർത്ത് മോർ ദാൻ ദ സെയിം എമൗണ്ട് ഓഫ് മണി ഇൻ ഫ്യൂച്ചർ. ഇനി ഫോർമുലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഫ്യൂച്ചർ വാല്യൂവിൻ്റെ ഫോർമുല പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1 + r റേസ് ടു n. പ്രസൻറ്റ് വാല്യൂ കാണാനുള്ള ഫോർമുല ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു n. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എൻവിറ്റി കാണാനുള്ളത് a ഇൻറ്റു 1 + r റേസ് ടു n മൈനസ് 1 ബൈ r. പ്രസൻറ്റ് വാല്യൂ ഓഫ് എൻവിറ്റി കാണാനുള്ളത് a ഇൻറ്റു 1 മൈനസ് 1 + r റേസ് ടു മൈനസ് n ബൈ r. ഇതൊക്കെ വേറെ ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ച് അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. വേറെ രീതിയിലും നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ p ഇൻറ്റു r ഇൻറ്റു t ബൈ 100. പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിൾ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല എമൗണ്ട് മൈനസ് പ്രിൻസിപ്പിളാണ്. എമൗണ്ട് കാണാനുള്ള ഫോർമുലയാണ് p ഇൻറ്റു 1 + r റേസ് ടു n. എൻവിറ്റി എന്താണ്? എൻവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. കറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ നമ്മൾ ഈക്വൽ പേയ്മെൻറ്റ് നടത്തുന്നതിനാണ് നമ്മൾ എൻവിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സാലറി, പെൻഷൻ, EMI എന്നൊക്കെ പറയുന്നത്. അത് ഈക്വൽ ഇൻ്റർവെല്ലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് നടത്തുക. അത് ഈക്വൽ എമൗണ്ട് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പെർപ്പച്യൂറ്റി എന്ന് പറഞ്ഞാൽ എൻവിറ്റി തന്നെയാണ്. അത് ഇൻഫിനിറ്റ് ആയിരിക്കും. അതായത് ഇത്ര കാലം വരെയാണ് നമ്മളത് പേ ചെയ്യേണ്ടുള്ളൂ, അങ്ങനത്തെ സംഭവമില്ല. ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പേ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനാണ് നമ്മൾ പെർപ്പച്യൂറ്റി എന്ന് പറയുന്നത്. വാല്യൂ ഈക്വൽ ടു ആനുവൽ ഇൻകം ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. വാല്യൂ കാണാനുള്ള ഫോർമുല ആനുവൽ ഇൻകം ബൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഈ ലോൺ അമോർട്ടൈസേഷൻ, സിസ്റ്റമാറ്റിക് റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ത്രൂ ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ്. ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യാണ്, ലോൺ തിരിച്ച് റീപേ ചെയ്യുകയാണ്. ഈ ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ലോൺ തിരിച്ച് റീപേ ചെയ്യുന്നതിനാണ് ലോൺ അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ഈക്വൽ ആനുവൽ പേയ്മെൻറ്റ് റിക്വയർഡ് ടു റിക്കവർ ലോൺ എമൗണ്ട്. ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ റീപേ ചെയ്യണം, ആ എത്ര രൂപ നമ്മൾ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ തവണയും റീപേ ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ നോട്ട് ചെയ്തോളൂ. അടുത്തത് സോഴ്സസ് ഓഫ് ഫിനാൻസിങ്. എന്തൊക്കെ സോഴ്സസ് ഓഫ് ഫിനാൻസിങ് ആണ്? ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ അത് ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. ഇക്വിറ്റി ഷെയർസ് ഓണർഷിപ്പ് ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർസ് അതായത് പ്രോഫിറ്റ്, കമ്പനിക്ക് കിട്ടുന്ന പ്രോഫിറ്റിനനുസരിച്ചായിരിക്കും ഇക്വിറ്റി ഹോൾഡേഴ്സിന് എന്ത് കിട്ടുക, റിട്ടേൺസ് കിട്ടുക. പ്രിഫറൻസ് ഷെയർസ്, ഫിക്സഡ് ഡിവിഡൻഡ്. പ്രിഫറൻസ് ഷെയർസിന് റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ഇക്വിറ്റി ഷെയർസിന് റിസ്ക് ഒക്കെ ഉണ്ടായിരിക്കും. പ്രിഫറൻസ് ഷെയർസിന് റിസ്ക് ഉണ്ടാവില്ല. അവർക്ക് ഫിക്സഡ് ആയിട്ടൊരു ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടൊരു ഡിവിഡൻഡ് എന്താണ് പേ ചെയ്യണം എന്നുണ്ട്. ഡിബെഞ്ചേഴ്സ്, ബോറോഡ് ക്യാപിറ്റൽ. നമ്മൾ ബോറോഡ് ക്യാപിറ്റൽ, ബോറോഡ് മണീനെയാണ് നമ്മൾ ഡിബെഞ്ചർ എന്ന് പറയുന്നത്. പിന്നെ ടേം ലോൺസ്, ബാങ്ക് ലോൺ ഫോർ ലോങ് ടേം ബാങ്ക് ലോൺസിനെയാണ് നമ്മൾ ടേം ലോൺസ് എന്ന് പറയുന്നത്. ലീസ് ഫിനാൻസിങ്, യൂസ് അസറ്റ് വിത്തൗട്ട് ഓണർഷിപ്പ്. ലീസ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു അസറ്റ് നമ്മൾ വേറൊരാൾക്ക് ജസ്റ്റ് എന്താ പറയുക, അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെയാണ് നമ്മൾ ലീസ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. വെഞ്ചർ ക്യാപിറ്റൽ, ഫിനാൻസ് ഫോർ സ്റ്റാർട്ടപ്സ്. അപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനീസിനൊക്കെ, ഈ വലിയ കമ്പനീസ്, സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബിസിനസ്സിനൊക്കെ വലിയ കമ്പനീസ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഷെയർസ് വഴിയൊക്കെ ആയിരിക്കാം, ഓണർഷിപ്പ് വഴി ആയിരിക്കാം, ഇക്വിറ്റി ഷെയർസ് വഴിയൊക്കെ ആയിരിക്കാം. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്സ്. അത് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ടിംഗ് സ്റ്റാർട്ടപ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് ബിസിനസ്സിനൊക്കെ വെൽത്തി ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാണ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവരിനെ ഹെൽപ്പ് ചെയ്യാണ്. ഹൈബ്രിഡ് ഫിനാൻസിങ്, കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. ഹൈബ്രിഡ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി. വാറണ്ട്സ് ആൻഡ് കൺവേർട്ടിബിൾസ്, റൈറ്റ് ടു കൺവേർട്ട് സെക്യൂരിറ്റീസ് ഇൻ ടു ഷെയർസിനെ എന്തായിട്ട് മാറ്റാൻ പറ്റും, സെക്യൂരിറ്റീസിന് ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന റൈറ്റിനെയാണ് വാറണ്ട്സ് ആൻഡ് കൺവേർട്ടിബിലിറ്റീസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ,
Meaning of capital structure. Capital structure refers to proportion of debt and equity used in business financing. Capital structure എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ് ഫിനാൻസിൽ യൂസ് ചെയ്യുന്ന ഡെറ്റിൻ്റെയും ഇക്വിറ്റിൻ്റെയും പ്രപ്പോർഷൻ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, മിനിമം റിട്ടേൺ എക്സ്പെക്റ്റഡ് ബൈ ഇൻവെസ്റ്റേഴ്സ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മിനിമം റിട്ടേൺ, അതിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ഡെറ്റ് ഉണ്ട്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ട്, കോസ്റ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോർമുല എന്താണ്? കെ ഡി ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് നമ്മൾ ഐ ഇൻറ്റു 1 മൈനസ് ആർ ബൈ നെറ്റ് എൻ പി, നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ കെ ഡി ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാണാനോ കെ ഇ ഈക്വൽ ടു ഡിവിഡൻഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പ്ലസ് ഗ്രോത്ത് റേറ്റ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാൻ ഓൾ ഓവർ ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ സോഴ്സസ്. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാപിറ്റൽസിൽ, അതായത് എല്ലാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെയും നമ്മൾ ആവറേജ് കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവറോൾ ആവറേജ് കോസ്റ്റിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണാനുള്ള ഫോർമുല വെയ്റ്റഡ്, അതായത് ഡബ്ല്യു ഡി ഇൻറ്റു കെ ഡി. അതായത് ഡബ്ല്യു ഡി ഇൻറ്റു കെ ഡി എന്ന് പറയുമ്പോൾ വെയ്റ്റഡ് എമൗണ്ട് ഓഫ് ഡെറ്റ് capital into cost of debt capital plus WE into KE plus WP into KP. ഇത് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആ ടേബിൾ വരച്ച് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ടും ചെയ്യാം.